എന്തൊക്കെയാ മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞാനെന്നേ വീഡിയോ വന്നിക്കണതേ എല്ലാവർക്കും ഈ തടി കൊണ്ട് ഞാൻ ഓംനേഴ്സിനൊക്കെ പോയിരുന്നേ ആർക്കും ഇന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ തടി കൊണ്ട് പറ്റുമല്ലേന്നും കേട്ടോ. ഞാനിപ്പോൾ എന്താ വിചാരിച്ചിട്ടാ വല്യമ്മാനൊന്ന് എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കത് കാണിച്ചു തരട്ടെ. അതാണ് വല്യമ്മ. എത്ര വെയിറ്റ് വല്യമ്മ? 45 എത്രമ്മ വെയിറ്റുമ്മ? 43 വയസ്സുള്ള ആളെ പൊന്തി 43 വയസ്സ് 40 തൂക്കമുള്ള ആളെ ഞാൻ ഒറ്റയടിക്ക് പൊന്തിക്കണം. നിങ്ങൾക്ക് കാണിക്കണോ? അതാണിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സെലൂക്ക് കിച്ചൺ വളപുരം. എലിമോട് വന്നാണീ ഓർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും ഇതിൻ്റെ തടി കണ്ടിട്ട് എനിക്ക് ആരോഗ്യമില്ല, നടക്കാൻ കഴിയില്ല, ശ്വാസം മുട്ടാണ്. വാ 1 മിനിറ്റ്. അല്ല മുറിച്ചൊന്നുമില്ല. അങ്ങനല്ലേ അച്ഛൻ പിന്നെ ലേറ്റ് ആണല്ലോ. ഇതായിട്ട് വലിയമ്മ എടുക്കാൻ പോവാണ്. വലിയമ്മടുത്ത് മക്കളെ ഒത്തുപാടിയുടെ അടുക്കല്ലേ. കിടക്കട്ടെ വലിയ മരത്ത് കയറി. അപ്പം നിങ്ങൾ എനിക്ക് എൻ്റെ വല്യമ്മാനെ പൊന്തിക്കാൻ വയ്ക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൊന്തിക്കാൻ വയ്ക്കുമോ? ഞാൻ എടുത്തും കൊണ്ട് നടന്ന് നിങ്ങൾ കണ്ടില്ലേ മക്കളെ. എനിക്ക് അത്ര ആരോഗ്യമുണ്ട്. ഞാൻ ഓംനേഴ്സായിട്ട് വർക്ക് ചെയ്തപ്പോഴും ഉമ്മാനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എൻ്റെ അമ്മ ഇങ്ങനെ സോക്കേസിന് ഇങ്ങനെ നോക്കടി. എന്നിട്ട് എന്താ വേറെ വിശേഷം? വല്യമ്മാനടുത്ത വീഡിയോ എങ്ങനെയുണ്ട്? സാറായി മക്കളെ. അത് വല്യമ്മാനെ എടുക്കാൻ കഴിയും, എനിക്ക് എല്ലാവരും എടുക്കാൻ കഴിയും. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും ഞാൻ ഓംനേഴ്സ് ജോലിക്ക് പോയി എന്നാണ് തന്നെ. എല്ലാവരും തടി കൊണ്ട് ഒന്നേലും പണിയെടുക്കാൻ കഴിയില്ല എന്നാണ് എല്ലാവരും വിചാരം. അപ്പം ഇന്ന് ഞാൻ നല്ല ഒരു വല്യമ്മാനെ എടുക്കുന്ന വീഡിയോ കാണിച്ചതിൽ നിങ്ങൾക്ക് ആരോഗ്യം എത്രത്തോളം ഉണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഞാനൊക്കെ ഒരു ആരോഗ്യവതി തന്നെയാണ്. അപ്പം മക്കളെ നിങ്ങളെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചായയൊക്കെ കുടിച്ചോ? ചായ കുടിച്ചോ എൻ്റെ പൊന്നു മക്കൾ? ഞാൻ ചായ കുടിച്ചു. പിന്നെ ചായക്ക് എന്താ കടി? ദോശ ഉണ്ടായിരുന്നു. അതുപോലെ ദോശയും നല്ല പാലിഷായി, ഓംപ്ലേറ്റും ദോശയായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ എനിക്ക് ഇനിയിപ്പോൾ അധികം ഒന്നും ദോശ തിന്നണ്ടല്ലോ. ഒറ്റയടിക്ക് കയറലല്ലേ നമ്മൾ നോമ്പറന്നാൽ. നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി എല്ലാവരും നല്ല ആരോടും ഒന്നും പരദൂഷണമൊന്നും പറയാൻ നിൽക്കണ്ട. നല്ല ഇസ്ലാമിൻ്റെ ബോധത്തിലൂടെ നല്ല ചിട്ടയോടെ നടക്കേണ്ട ദിവസമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല മാസമാണ്. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഈ ബിലീസുകളെ കെട്ടിയിടുന്ന ഒരു മാസമാണ്. അത് നമ്മൾ ഇവിടെ നനച്ചുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നനച്ചുളി പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഇനി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ സ്റ്റൂള് മാത്രം ഒന്ന് കഴുകാണ്ട്, അതൊന്ന് പൊടി തട്ടാണ്ട് അതൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. കുറച്ച് എടുത്തുവെച്ച് ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റൂളൊന്ന് തുടക്കാനുണ്ട്. പിന്നെ കബോർഡൊന്ന് പേപ്പർ വിരിക്കാനുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അല്ല ചില്ലറൊക്കെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസം ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പറ്റൂല.
എത്രയും പെട്ടെന്ന് നമ്മൾ അത് ചിട്ടയോടെ കൊണ്ട് നടക്കുന്ന റമദാൻ മാസം വന്നണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സന്തോഷവതിയായിരിക്കണം. എപ്പോഴും എനർജിക്ക് ചൂടൊക്കെ ഉണ്ട്, പക്ഷെ പടച്ചോൻ നമുക്കൊരു ആരോഗ്യം തരുന്നുണ്ടാവും. നോമ്പിനൊക്കെ വരുമ്പോൾ സന്തോഷമല്ലേ, സമൂസ കഴിക്കുക, അതുപോലെ ഫ്രൂട്ട്സുകൾ കഴിക്കുക, ഒക്കെ നല്ല രസമാണ്. പിന്നെ പെരുന്നാൾ വരുമ്പോൾ സന്തോഷം, എല്ലാതുകൊണ്ടും സന്തോഷം തന്നെയാണ്. സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. അപ്പം മക്കളെ, ചിക്കൻ ഉണ്ട് അവിടെ കഴുകി വെച്ചിട്ട്, ഇനി പൈക്കുള്ള ഉള്ളികൾ സാമഗ്രികളൊക്കെ വേണം. അപ്പോൾ കൊച്ചുള്ളി കൊണ്ട് ചിക്കൻ ഉണ്ടാക്കി അടിപൊളിയായിക്കാനും. ഈ അവിടെ കൊപ്പത്ത് നല്ല വിലക്കുറവുണ്ടുമ്മ, എല്ലാം ഇവിടെ മേടിച്ചു കൊടുത്തിട്ട് വെച്ചിട്ട് അപ്പോൾ എന്താ വെച്ചിട്ടാണ് ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി നല്ല ഉണ്ടാക്കിയാൽ ഈ പോകുമ്പോൾ മേടിക്കാം. വെള്ളുള്ളി കുറച്ചേച്ച് എടുത്താൽ നല്ല ഉള്ളി എങ്ങനത്തെയാണ് വേണ്ട, കുറച്ചൊക്കെ നല്ല പോണേ കടം മേടിച്ചോണ്ട് ഒരു അരക്കിലോ മേടിച്ചാൽ നമ്മൾ കുറേയൊക്കെ ഉണ്ടാവും. അതിന് എപ്പോഴും എപ്പോഴും ഇവിടുന്ന് 100-നൊക്കെ എത്ര 8 ഉറുപ്പിയൊക്കെ 4 പോണയുണ്ടാവും. അതിനെ അവിടുന്ന് ഏറ്റിക്കൊണ്ടുവരാൻ വെച്ചാൽ നിങ്ങൾ പോകുന്നുണ്ടല്ലേ. ഇപ്പം നാളെ മറ്റന്നാൾ പ്രമോഷൻ അങ്ങോട്ട് പോകുമ്പോൾ നാളെ അല്ല 13-ാം തീയതി വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ നില കണ്ടിരുന്നു. നാളെ പിന്നെ വിളിച്ചത് തന്നെയാണ്. ആ അന്ന് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കല്യാണ പാർട്ടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒരു പ്രമോഷൻ ആക്കാന്ന് വിചാരിച്ച്. രണ്ടും പാടെ ഒരു വർക്കിനാക്കി ആരും പറഞ്ഞില്ല. കായൊക്കെ അതൊന്നും പറയല്ലേ, നിങ്ങളുടെ തീരെ വീഡിയോ ആണേ, വീഡിയോയിൽ പറയല്ലോ ഓരോന്നും. നിങ്ങൾ എന്തെങ്കിലും മുസാബെടുത്ത് ഓതുമ്പോൾ ഉണ്ടാകാൻ പറ്റൂലെന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂല. അപ്പം മക്കളെ, കുറച്ചുള്ളി കുറച്ച് നേരാക്കുകയാണ് കേട്ടോ. വേറെന്താ, അപ്പം നമ്മൾ ഇനി കുറച്ച് സാധനങ്ങൾ, ഇനിയിപ്പോൾ മല്ലിയ വേണ്ടത് നമുക്ക് മഴ അക്കിടാൻ കൊടുക്കണ്ടേ, അത് കിട്ടിയെന്ന് വറുത്തുകൊണ്ട് അടുപ്പിച്ചു. അതൊക്കെ ഇപ്പം ഇനി ഇവിടുന്ന് കിറ്റിയിൽ കിട്ടൂലേ. കിട്ടും. അതിന് വലിയ മുളകൊക്കെ ഉണ്ടാവും, വരക്കെ ഉണ്ടാവും. ഈ ആരും അതിലൊന്നും ഉണ്ടാവില്ല. കിറ്റൊന്നും അങ്ങനെ ആരും തരണ്ടൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ നമുക്ക് തന്നെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരല്ലേ, പിന്നെ അങ്ങനെ നമുക്ക് കിറ്റ് വരുന്നു. നമ്മളെങ്ങനെ ജീവിച്ചിരുന്നു നമുക്കെല്ലാം അറിയുള്ളൂ. ഓരോക്കൊന്നും ആരും ബോധ്യപ്പെടുത്തി കാര്യമില്ല. പഠിച്ചോന് നമുക്ക് കല്ലില്ലാതെ ജീവിക്കാനുള്ള ഒരു ഇത് തന്നാൽ മതിയായിരുന്നു. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ പോയിക്കൂടെ പിന്നെ നിങ്ങളെ മോനെ കാണാൻ? ഓരോ കാക്കരയ്ക്ക് എല്ലാം ഒഴിവില്ലെങ്കിലും ഒരിക്കും കൊണ്ടും വരാൻ അതിന് അമ്മമാരുണ്ടാകുമ്പോഴാണ് തണല്ലോ. നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ കാണണമെന്നൊന്നും ആഗ്രഹമില്ല. അതെന്താണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങളവിടെ പോയി നോളി. ഞാൻ എൻ്റെ കുടി ഉണ്ടാക്കണം, ഞാൻ എൻ്റെ കുടി പാർക്കണം എന്ന് ചെയ്താലും കൊടുത്ത് കിടത്തിരുന്നത്. എല്ലാവരും വിചാരത്തിൽ എൻ്റെ സ്വന്തം പേരെന്നാണ്. എനിക്ക് സ്വന്തം പേരായിട്ട് ഒന്നുമില്ല മക്കളെ. ഇക്ക് 6 മണി വള്ളിക്കാട്ടിലുണ്ടെങ്കിൽ ഉണ്ടാവും. ഇക്ക് അങ്ങനെ മുതലിന് ആർത്തിയുള്ള ആളല്ല. ഇനി വലിയമ്മാടെ മുതൽ വലിയമ്മാടെ മക്കളെടുത്താലും കുഴപ്പമില്ല. എനിക്കിൻ്റെ മുജീബിൽ താമസം 1000 കിട്ടും ഒരു ദിവസത്തിനില്ലാത്ത താത്തയാണ്. പിന്നെ എവിടെ വലിയ കൂടി ഉണ്ടാവും. എന്ത് 10,000 കിട്ടിയാലും ഒരിടത്തിനില്ല. അപ്പം നമ്മൾ മക്കളെ ചെറിയ ഉള്ളി ഇങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ. വലിയമ്മ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ വർത്തമാനവും പറയേണ്ട ഓരോന്ന് മുസാബ് ഓതുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാണ് പടച്ചോൻ അനുസരിച്ച് ഓതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യൂല. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കല് നിങ്ങൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മക്കളെ. സങ്കടം പറയണോ? സങ്കടം പറയുന്നതിനേ ഉള്ളല്ലോ. നേരോ മക്കളെ, ഓരോരുത്തർ കമൻറ്റ് ചെയ്യണം, സങ്കടം പറയണം. സങ്കടത്തിന് എന്തെങ്കിലും തരാൻ പറയാം. ഉണ്ടായിരുന്നാണ് നോൽബിന് എന്തെങ്കിലുമൊക്കെ തരാൻ പറയും. വർത്താനം പറയായിരിക്കും.
വേറെ എന്തൊക്കെയാ കുട്ടികളെ? അപ്പം നമ്മളേ ഉള്ളിയൊക്കെ വൃത്തിയാക്കി, ചെറിയ ഓണയാണ്, വിലക്കുറവിൽ മേടിച്ചതാണ്. ആ കൊച്ചുള്ളി അത് പിന്നെ നമ്മൾ പണ്ട് കുട്ടികൾക്ക് സുന്നത്ത് കഴിക്കുമ്പോൾ ഉള്ളിക്കോഴി ഉണ്ടാക്കുമ്പോൾ ഇപ്പം ആരാ ഉള്ളിക്കോഴി ഉണ്ടാക്കണു? ഇപ്പം അതിറ്റേക്ക് പോസ്റ്റോ ഹോർലീസൊക്കെ അല്ലേ കൊടുക്കൽ. ഉള്ളിക്കോഴി ഉണ്ടാക്കാനാണ് ഉള്ളിക്കോഴി, കൊച്ചുള്ളിക്കോഴി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വീട്ടിൽ നിൽക്കാൻ കഴിവില്ല. അപ്പം ഇനി മൊബൈലിൽ പുറകെ പോയിട്ട് അതൊന്ന് നേരാക്കണം. ഇനിയിപ്പോൾ അത് കായം കൂട്ടിയിട്ട് കുറച്ച് ഫ്രിഡ്ജിക്ക് വെക്കണം. വന്നിട്ടുള്ള രാത്രിക്കൊക്കെയാണ് പരിപാടി. ഇപ്പം ഒന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. ഇന്നലെ പത്തിരി ഉണ്ടാക്കി ഞാൻ എന്തേലും ഉള്ളി അരിഞ്ഞ ഭയങ്കര നീറ്റല നല്ല. ചോറ് തിന്നേ, വെള്ളം കുടിക്ക് പൊന്നു മക്കളെ. എന്താ വിശേഷം? സുഖമല്ലേ നിങ്ങൾക്ക്? കോഴികൾ ഒക്കൊലകോ കോ കോഴിക്കാരെ മേടിച്ച് മേടിച്ച് കോഴിനെ മേടിച്ച് പറഞ്ഞേക്കളെ. അപ്പം എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളും? ബൈ.